എന്തുകൊണ്ടായിരിക്കും വിവാഹം നടക്കാത്തത്? കല്യാണം എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാലും രണ്ട് വ്യക്തികളുടെ തീരുമാനമാണ്. ഇപ്പോൾ ശനിദശയാണ്, ശനിയിൽ മറ്റേ രാഹുവിൻ്റെ അപഹാരമുണ്ട്, ഭയങ്കര പ്രശ്നമായിരിക്കും, അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും, ഭയങ്കര ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും. രോഗങ്ങൾ എങ്ങനെ ആണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനായിട്ട്. താങ്കൾ ജനിച്ച അതേ മില്ലി സെക്കൻഡിൽ ജനിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും. അതെ, അവർക്കും എല്ലാവർക്കും ഒരേ അനുഭവമല്ല, ഒരേ ജീവിതമല്ല. അതെന്താ? ഒരേ പാറ്റേണിലുള്ള പ്രശ്നം ലൈഫ് ലോങ് നടക്കുക, ഇതാണ് ഒരു പ്രശ്നം. ഇത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യോഗങ്ങൾ അനലൈസ് ചെയ്യണം. കുലദേവതയാണ് നമ്മൾ ഉപാസിക്കുന്നതിൽ ഏറ്റവും നല്ലത്. അതുകൂടാതെ നമുക്കിപ്പം ഒരു ഇഷ്ടപ്പെട്ട ഒരു ദേവതയുണ്ട്, ഒരു പെർട്ടിക്കുലർ നീഡിന് വേണ്ടി നമ്മൾ ഉപാസിക്കണം എന്ന് കരുതിയാൽ ആ ദേവതയും കൃത്യമായിട്ട് നമുക്കൊരു ഗുരുവിൻ്റെ കീഴിൽ നിന്ന് പഠിച്ചിട്ട് ഉപാസിക്കാം. പക്ഷേ ഇന്നത്തെ ആളുകൾക്കെല്ലാം ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം ദേവതകൾ എന്ന് പറയുമ്പോൾ 33 കോടി ദേവതകൾ എന്ന് പറയുന്ന പോലെ ഇന്ന് മത്സരമാണ്. മഹാവിഷ്ണു, ശിവൻ, ഭദ്രകാളി, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വാരാഹി, അങ്ങനെ പറഞ്ഞ് ദേവതകളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ട്. ഇതിൽ ഏത് ദേവതയെ ഞാൻ ഉപാസിക്കണം എന്ന് പറയുന്നത് ഭയങ്കര കൺഫ്യൂഷനാണ്. ഇപ്പം അങ്ങയുടെ അടുത്തേക്ക് ഒരാൾ വരികയാണെങ്കിൽ അയാൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കും നിങ്ങൾ എങ്ങനെയാണ് ആ ഉപാസന ദേവതയെ തിരഞ്ഞെടുക്കേണ്ടതെന്ന്? അത് ഒന്നാമത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജാതകം അനലൈസ് ചെയ്യണം. ജാതകം അനലൈസ് ചെയ്തിട്ട് അതിനകത്ത് അദ്ദേഹത്തിന് ഏത് മന്ത്രമാണ് സ്യൂട്ടാവുന്നത് നോക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും സ്ഥിരമായിട്ട് ഗണപതി ഹോമം ചെയ്യും, അത് നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവും. എന്നിട്ട് സ്ഥിരമായിട്ട് ആൾക്കാർ ഗണപതി ഹോമം ചെയ്തിട്ട് ഐശ്വര്യം ഉണ്ടാവുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് അപ്ലൈ ആവുള്ളൂ, മനസ്സിലായി? ചില ആൾക്കാർക്ക് ഇത് വർക്കാവുള്ളൂ. അപ്പോൾ ഈ വർക്കാവുന്നത് എങ്ങനെയെന്നുള്ളത് നമ്മൾ അവരുടെ ജാതകം അനലൈസ് ചെയ്ത് തന്ത്രശാസ്ത്രത്തിൽ ഈ പറഞ്ഞ പോലെ മന്ത്രകഥനം, അഗതചക്ര കഥനം എന്നൊക്കെ പറയും. ഈ കഥനത്തിലൂടെ നമുക്കിതിനകത്ത് കൃത്യമായി ഇവർക്ക് വർക്കൗട്ട് ആവുന്ന മന്ത്രം ഏതാണെന്ന് കണ്ടെത്താൻ പറ്റും. അത് ആദ്യം അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. അനലൈസ് ചെയ്തതിന് ശേഷമേ നമ്മൾ നിർദ്ദേശിക്കാൻ പാടുള്ളൂ. ഇപ്പം പൊതുവേ നമുക്ക് കാണാം, ഇപ്പോൾ പരിഹാരമൊക്കെ ചെയ്യുന്ന സമയത്ത് വിവാഹം നടക്കുന്നില്ല എന്ന് വിചാരിക്കാം. വിവാഹം നടത്തില്ലെങ്കിൽ നേരെ നമ്മൾ ഷീറ്റ് എഴുതുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന് സ്വയംവര പുഷ്പാഞ്ജലി, ഉമാമഹേശ്വര പൂജ, അല്ലെങ്കിൽ സ്വയംവര ഹോമം, ബാണേശി ഹോമം, ഇതൊക്കെ അങ്ങനെ കേൾക്കാറുണ്ട്. ഇതൊന്നും ചെയ്തിട്ട് ആരുടെയും കല്യാണം നടക്കില്ല. കാരണം ഇതെല്ലാം വർഷങ്ങളായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് ഏതെങ്കിലും ജോത്സ്യന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അദ്ദേഹം എഴുതി കൊടുക്കും ഒരു സ്വയംവര പുഷ്പാർച്ചന ഇത്ര നാള് നടത്താൻ. ഇവർ ഇത്ര നാള് നടത്തിയിട്ട് പിന്നെയും നടക്കാതെ വരുമ്പോൾ അടുത്ത ജ്യോതിഷന്റെ അടുത്തേക്ക് പോകും, വീണ്ടും അവർ ഇതേ കാര്യം തന്നെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇത് റിപ്പീറ്റഡായിട്ട് വർഷങ്ങളോളം കല്യാണം നടക്കാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതേപോലെ നേരത്തെ പറഞ്ഞോട്ട് ഗണപതി ഹോമം, വർഷങ്ങളായിട്ട് ഗണപതി ഹോമം നടത്തുന്ന ആളുകളുണ്ട് ഭാഗ്യം വരാൻ വേണ്ടിയിട്ട്. ഭാഗ്യം വരുന്നില്ല. പക്ഷെ ഇവരെ തെരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മൾ അത് കൃത്യമായിട്ട് കൊടുക്കേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം വിവാഹത്തിന്റെ കാര്യം തന്നെ എടുക്കാം നമുക്ക്. എന്തുകൊണ്ടായിരിക്കും വിവാഹം നടക്കാത്തത്? അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണമല്ലോ. അപ്പം ചില ആൾക്കാർക്ക് എന്താ പറയുക, പൂർവികമായിട്ടുള്ള കുലദേവതാ സങ്കേതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പിന്നെ അതുപോലെ ജാതകത്തിൽ ചില യോഗങ്ങൾ തടസ്സമായിട്ട് നിൽക്കുക. അപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം കേമദ്രുമ യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. ആ യോഗം തടസ്സമായിട്ട് നിന്ന് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒരുപാട് വരും. വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ട് വരും. വിവാഹം കഴിച്ച ആൾക്കാരാണെങ്കിൽ തന്നെ ഡിവോഴ്സ് പോലത്തെ കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. ഡിവോഴ്സി ആയിട്ടുള്ള ആൾക്കാർ വീണ്ടും കല്യാണം കഴിച്ചാൽ വീണ്ടും അവർക്ക് റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വരും. അപ്പോൾ ഈ യോഗം നിലനിൽക്കുന്നുണ്ട്. നമ്മളിൽ ഗ്രഹങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഈ യോഗം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിനെ കൃത്യമായി അനലൈസ് ചെയ്തിട്ട് ഇവരുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ മരുന്ന് നിർദ്ദേശിക്കുന്ന പോലെ ഈ ദേവതാ വിധാനങ്ങളെ പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ ഒരാൾക്ക് ചിലപ്പം സ്വയംവര പാർവതിയുടെ ആവശ്യമില്ല, അയാൾക്ക് ചിലപ്പം കൃഷ്ണൻ്റെ മന്ത്രം ജപിച്ചാൽ കല്യാണം നടക്കും, മനസ്സിലായി? അപ്പോൾ എന്താണ് ഇയാൾക്ക് ഡിഫക്റ്റായി കിടക്കുന്നത്, എവിടെയാണ് ഇയാൾക്ക് ബുദ്ധിമുട്ടായി കിടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പരിഹാരങ്ങൾ നിർദ്ദേശിക്കേണ്ടത്. അല്ലാതെ ഇത് കോമൺ ആയിട്ട് ഇൻ ജനറൽ നമ്മൾ കുറേ പരിഹാരങ്ങൾ ചെയ്യുന്നതാണ് കൊണ്ടാണ് ആൾക്കാർക്ക് ഫലമില്ലാത്ത. അങ്ങനെ ആൾക്കാർ പൂജ ചെയ്ത് ആൾക്കാർ അവസാനം പൂജയോട് തന്നെ ഒരു വിശ്വാസമില്ലാത്ത അവസ്ഥയിൽ പിന്നീടാണ് അവര് ഈ കൂടോത്രം, മന്ത്രവാദം അതേപോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വീണ്ടും പോകുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്ങനെ കൂടോത്രം എന്ന് പറയുമ്പം അല്ല, അങ്ങനെയുള്ള ദുർമന്ത്രവാദികളുടെ അടുത്തേക്കൊക്കെ വീണ്ടും ഇതാ ഞാൻ പറയുന്നത്. ഇപ്പം ചില ആൾക്കാർ ഇപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞു, ഉടനെ ആൾക്കാർ വശ്യപ്രയോഗം ചെയ്യാനാണ് കൂടുക, അല്ലേ? ഭാര്യയെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യിക്കണം, അല്ലെ ഭർത്താവിനെ അട്രാക്ട് ചെയ്യിക്കണം. ഇത് ചെയ്തിട്ടും ആൾക്കാർക്ക് ഫലമൊന്നുമില്ല. അപ്പം ഇത് പിരിയാനുള്ള കാരണമാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്, അല്ലേ? അതെ. ഇപ്പം ഒരു ചെടിയുടെ ഇലയൊക്കെ നമ്മളിങ്ങനെ വെട്ടി വെച്ചാൽ അത് വീണ്ടും കിളിർത്ത് വരും. വേരോടെ പിഴുത് കളഞ്ഞാലല്ലേ ചെടി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ നമുക്ക് ഇല്ലാണ്ടാക്കാനാവും. പക്ഷേ ഇന്നത്തെ കാലത്ത് പഴയ കാലങ്ങളിൽ നോക്കുന്ന കൂട്ട് ജാതകം നോക്കേണ്ട ആവശ്യമുണ്ടോ? അതായത് ഇപ്പോൾ കല്യാണത്തിനൊക്കെ ആണെങ്കിൽ പോലും ജാതക പൊരുത്തങ്ങൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? നോക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഇത് കല്യാണം എന്ന് പറയുന്നത് എന്ത് പറഞ്ഞാലും രണ്ട് വ്യക്തികളുടെ തീരുമാനമാണ്. അതിനകത്ത് നമ്മൾ ജാതകവും കുടുംബവും ഇതൊന്നും അല്ല, അത് അവരാണ് തീരുമാനിക്കേണ്ടത് ബേസിക്കലി. പക്ഷേ ജാതകവശാൽ കാണുന്ന യോഗങ്ങൾ
എങ്ങനെയെങ്കിലും ഫലത്തിൽ. അപ്പം കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹത്തിന് കേമദ്രുമ യോഗമുണ്ട്, ഭാര്യയായിട്ട് ഒരു കുഴപ്പമില്ല, വളരെ നന്നായിട്ടാണ് ജീവിക്കുന്നത്, യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഇവർക്ക് ഒരിക്കലും ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്നില്ല. ഇവർ രണ്ടുപേരും 2 സ്ഥലത്താണ്. പല കാരണങ്ങളെ കൊണ്ട് ഇവർക്ക് ഒരുമിച്ച് നിൽക്കാനേ പറ്റുന്നില്ല. ഇവർ 2 സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഫലത്തിൽ യോഗം വന്നു. എന്താണ്? പിരിഞ്ഞ് താമസിക്കുക. പ്രശ്നം ഉണ്ടാവണമെന്നില്ല. യോഗങ്ങൾ ഇങ്ങനെ വർക്ക് ചെയ്യും, മനസ്സിലായോ? പിന്നെ ഇപ്പം ചില ആൾക്കാർക്ക് വിദ്യാഭ്യാസ തടസ്സം, ഈ അല്പുത്തമാദി യോഗം പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വിദ്യാ തടസ്സം, കയ്യിൽ പണം വരാതിരിക്കുക, കയ്യിൽ പണം വന്നാൽ തന്നെ അത് ചിലവായി പോവുക. ഇപ്പം നല്ല ഹയർ പോസ്റ്റൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷേ ഇവരുടെ കയ്യിൽ പൈസ നിൽക്കില്ല. ഇവർക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം നോക്കുമ്പോൾ ജോലിയുണ്ട്, പൈസയുണ്ട്, പക്ഷേ യോഗം ഫലത്തിലുണ്ടാവും, പണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പം നമ്മൾ ദശാസന്ധികൾ നോക്കിയാണ് അധികവും ജ്യോത്സ്യന്മാർ അല്ലെങ്കിൽ ജ്യോതിഷികൾ ഇപ്പോൾ അനലൈസ് ചെയ്യുന്നത്. ഈ പണം നഷ്ടപ്പെട്ടു പോകുന്നവരെ പെട്ടെന്ന് കണ്ടെത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ? കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളെ. അതെ, അത് നമ്മൾ ജാതകം പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അവർക്ക് ഈ ചില യോഗങ്ങൾ ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞ വിദ്യാ തടസ്സം കൂടുതലായിട്ടും കോമൺ ആയിട്ട് അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അതായത് ഇപ്പോൾ ചിലരുടെ പാറ്റേൺ ഒരേ രീതിയിലായിരിക്കുമല്ലോ കൂടുതൽ ആളുകളുടെയും. എനിക്കത് ചോദ്യം വ്യക്തമായി. അതായത് ചില ആളുകൾ പറയും ഇപ്പോൾ ഇന്ന നക്ഷത്രത്തിൽ ജനിക്കുന്ന അല്ലെങ്കിൽ ഇന്ന തിഥിയിൽ ജനിക്കുന്ന ആളുകൾക്കൊക്കെ കയ്യിൽ പൈസ നിൽക്കത്തില്ല. അതാണ് എനിക്കിനി പറയാനുള്ളൊരു കാര്യം. ഞാൻ അതിലേക്കാണ് വന്നത്. ഇപ്പം നമ്മൾ നക്ഷത്രഫലം എടുത്തിട്ട് ഇപ്പം ഭയങ്കര ഫേമസ് ആണ് നക്ഷത്രഫലം. ഇപ്പം തിരുവോണ നക്ഷത്രം അല്ലെങ്കിൽ ഉത്രാട നക്ഷത്രം, ഇത് എല്ലാവരുടെയും ഫലം നോക്കിയിട്ട്, ഈ ഉത്രാട നക്ഷത്രത്തിൻ്റെ ഫലം പൊതുവേ ഒരു ഫലമാണല്ലോ, നമ്മളിപ്പം പല സ്ഥലത്തും നമുക്ക് അവൈലബിൾ ആണ് ഈ നക്ഷത്രഫലം, വാരഫലം, ഇതൊക്കെ. ഇത് നോക്കിയിട്ടും ഒരേ നക്ഷത്രക്കാർക്ക് 2 എക്സ്ട്രീം ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 അനുഭവങ്ങളിലേക്ക് അവർ വരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും? ഈ ഫലത്തിൽ പറയുന്ന പോലെ വരില്ല. പിന്നെ ചില ആൾക്കാർ പറയും ഇപ്പം എനിക്ക് ശുക്രദശയാണ്, പലരും ആൾക്കാർ പറയാറുണ്ടല്ലോ, പക്ഷെ എനിക്ക് യാതൊരു സമാധാനവും ഇല്ല. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇവർ യൂട്യൂബ് കണ്ടിട്ടാണ് തോന്നുന്നു പഠിക്കുന്നത്. കൂടുതൽ ആളുകൾ ഇപ്പം ജ്യോതിഷമൊക്കെ പഠിക്കുന്നത് യൂട്യൂബ് കണ്ടിട്ടാണ്. യൂട്യൂബിൻ്റെ തംബ്നെയിലിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഈ ജാതകക്കാർക്ക് കയ്യിൽ കാശ് നിൽക്കുക, അല്ലെങ്കിൽ ഈ ജാതകക്കാർക്ക് ഇന്നെല്ലാം പ്രശ്നമുണ്ട്, അങ്ങനെ യൂട്യൂബ് നോക്കി ആ ആളുകൾ നോക്കിയിട്ട് ഇതെൻ്റെ നാളാണ്, എനിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചില കാര്യങ്ങളൊക്കെ പറയും, ഇതെല്ലാം എനിക്കുള്ളതാണല്ലോ, അപ്പം ഇതെൻ്റെ തന്നെ, അങ്ങനെ നിശ്ചയിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇങ്ങനെ നമുക്ക് നോക്കാൻ പാടുണ്ടോ? ഇതിനകത്തുള്ളൊരു കാര്യം, അങ്ങനെ നോക്കുന്നതിനകത്ത് അക്യുറസി ഇല്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഇതിനെ പറ്റിയിട്ടൊരു വലിയ റിസർച്ച് തന്നെ നടന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ ഇരുത്തിയിട്ട് എല്ലാവർക്കും നക്ഷത്രഫലം എഴുതി കൊടുത്തു. ഇവരെല്ലാവരും ഇത് നോക്കിയപ്പോൾ എല്ലാവർക്കും 99% ശരിയാണ്, കറക്റ്റാണ് പറഞ്ഞത്. പക്ഷേ ഈ കൊടുത്തതെല്ലാം ഒരേ ഫലമെന്നേ ഉള്ളൂ. മനസ്സിലായോ? അതായത് ഇവർക്ക് എല്ലാവർക്കും കൊടുത്തിരുന്നത് ഒരേ ഫലം എഴുതി കൊടുത്തതാണ്. പക്ഷേ ഇവർ നോക്കിയ സമയത്ത് എല്ലാവർക്കും നക്ഷത്രഫലം കൊണ്ട് കറക്റ്റാണ്. അപ്പം ആദ്യം നമുക്ക് ഇതിനകത്തൊരു വലിയ അതായത് ഇതിന് ജ്യോതിഷ ശാസ്ത്രമായിട്ട് നമ്മൾ കുറച്ചുകൂടി ഇതിനെ അനലൈസ് ചെയ്തെടുക്കണം. ജ്യോതിഷ ശാസ്ത്രം ഏതൊരു ശാസ്ത്രത്തിനെയും പോലെ ഈ ശാസ്ത്രത്തിനകത്ത് ഒരുപാട് കടന്നുകയറ്റങ്ങളുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് ആക്സെപ്റ്റബിൾ ആവുന്ന രീതിക്കാണ് ഈ കാര്യങ്ങൾ. അതായത് സൈക്കോളജിക്കലി ഇത് കുറേ വർക്ക് ചെയ്യും. ആദ്യം തന്നെ താങ്കളുടെ 4 നല്ല ഫലങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാം. താങ്കൾ ഭയങ്കര ഗംഭീരനായി വരേണ്ട ഒരാളാണ്, അതായത് ഒരുപാട് പൈസ വരേണ്ട ആളാണ്, അപ്പോൾ ഒരു സമാധാനം കിട്ടും, ഈ പൈസയൊക്കെ കിട്ടാനുള്ള ഒരാളാണ്. പക്ഷെ ഇപ്പോൾ ഒന്നും വരുന്നില്ല. ഇത് ശരിയല്ലേ? ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കുള്ള കാര്യമാണ്, എല്ലാവർക്കും കോമൺ ആണ്, എല്ലാവർക്കും ഈ കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു രീതിയിലാണ് ഒട്ടുമിക്ക നക്ഷത്രഫലങ്ങളും. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറയാം, ഒരു 4-5 നക്ഷത്രഫലം എടുത്ത് ഒരുമിച്ച് വെച്ച് വായിച്ച് നോക്കിയത് വേഗം മനസ്സിലാവും. നമ്മൾ റിസർച്ച് പേപ്പറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ജ്യോതിഷത്തിൽ ഇപ്പം പ്രാബല്യത്തിലിരിക്കുന്നതിന് മുമ്പുള്ള ഒരുപാട് പ്രാചീന ഗ്രന്ഥങ്ങളുണ്ട്. അതിനകത്ത് കുറച്ചുകൂടി സയൻറ്റിഫിക് ആയിട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം, ഇതവിടെ വെച്ചുകൊണ്ട് തന്നെ വേറൊരു കാര്യം പറയാം. ഈ ദശാസന്ധിയാണ്. ഇപ്പം ആദ്യം നമ്മൾ ജ്യോത്സ്യൻ്റെ അടുത്ത് തന്നാൽ ചോദിക്കൂലേ, എൻ്റെ സമയം ഇപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കണം അല്ലേ? അപ്പം ഒരു പ്രവചനമല്ല ഇത്, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആൾക്കാരൊക്കെ ഇപ്പം എന്നെയൊക്കെ ചില ആൾക്കാർ വിളിച്ചിട്ട് ചോദിക്കും, നിങ്ങൾ പറഞ്ഞു എന്താന്നുള്ള അറിയട്ടെ എന്നൊക്കെ. പ്രഡിക്ഷൻ പോലെ നമ്മളിത് പറയണം, നമ്മളങ്ങ് പറയണം, പറഞ്ഞിട്ടൊക്കെ കറക്റ്റാണ്, ഇയാൾ അടിപൊളിയാണ്. ഇതൊരു ശാസ്ത്രമാണ്, ഇത് നമ്മൾ അനലൈസ് ചെയ്തെടുക്കേണ്ട കാര്യമാണ്. അതായത് നിങ്ങളുടെ പ്രശ്നം എന്നാണല്ലോ ഇതിൻ്റെ പേര്, പ്രശ്നമില്ലായ്മ എന്നല്ല, പ്രശ്നം വെക്കാൻ പോവാന്നാ പറയുക. അപ്പം നമ്മൾ ആദ്യം പ്രശ്നം വെച്ചാൽ എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാവും, പ്രശ്നം ഇല്ലാണ്ടിരിക്കില്ല. അപ്പോൾ ഇത് പ്രശ്നമില്ലാത്തൊരു കാര്യമല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് എന്തായാലും ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ആദ്യം പോയിട്ട് നമ്മൾ ചോദിക്കും ഞങ്ങളുടെ സമയം എങ്ങനെയുണ്ട്, അപ്പോൾ നോക്കിയിട്ട് പറയും ഇപ്പോൾ ശനിദശയാണ്, ശനിയിൽ മറ്റേ രാഹുവിൻ്റെ അപഹാരമുണ്ട്, ഭയങ്കര പ്രശ്നമായിരിക്കും, അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും, ഭയങ്കര ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും. ഞാൻ ചോദിക്കട്ടെ, ഒരാളുടെ ലൈഫിൽ നമുക്ക് സുഖവും ദുഃഖമൊക്കെ ഉണ്ടാവുമല്ലോ ഇല്ലേ? സുഖം മാത്രം ഒരാൾക്ക് ഉണ്ടായാൽ അയാൾക്ക് സുഖം എന്താണെന്ന് പോലും അറിയില്ല, ഇതെന്ത് വികാരമാണെന്ന് പോലും മനസ്സിലാവില്ല. ഇടയ്ക്കൊരു ദുഃഖം വന്നാലല്ലേ ഇങ്ങനെ ഒരു ഓപ്പോസിറ്റ് സംഭവം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ദശാസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന
കാര്യങ്ങൾ. ഇപ്പം ഞാനിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് നാളെ ചിലപ്പോൾ എന്താ പറയുക, എനിക്കും നാളെ പനി വരാം, ജലദോഷം വരാം, അപ്പം എനിക്കും നാളെ വിഷമങ്ങൾ വരാം, സന്തോഷം വരാം. ഇതൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകുന്നത്. പക്ഷേ ഒരു പ്രശ്നമായിട്ട് എടുക്കുന്നത് എങ്ങനെയാണ്? ഒരേ പാറ്റേണിലുള്ള സംഭവം ലൈഫ് ലോങ് വരണം. ഇപ്പം ഞാൻ നേരത്തെ കേമദ്രോഹത്തിന് പറഞ്ഞു, പ്രണയബന്ധങ്ങളുണ്ടാവും, അത് മൊത്തം കൊളാവും. കല്യാണം കഴിച്ചു, അവിടെയും പ്രശ്നം, ഡിവോഴ്സായി, വീണ്ടും കല്യാണം കഴിച്ചു, അതിലും പ്രശ്നം, പക്ഷേ ഡിവോഴ്സ് ആവാൻ വയ്യ, അപ്പോൾ പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ ഒരേ പാറ്റേണിലുള്ള പ്രശ്നം ലൈഫ് ലോങ് നടക്കുക, ഇതാണ് ഒരു പ്രശ്നം. ഇത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യോഗങ്ങൾ അനലൈസ് ചെയ്യണം. യോഗങ്ങളിലുള്ളത് എങ്ങനെയെങ്കിലുമൊക്കെ ആൾക്കാർക്ക് ഫലത്തിൽ വരും. അതാണ് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ. അപ്പോൾ അതേപോലെ ചില ആൾക്കാർക്ക് വിദ്യാഭ്യാസം കിട്ടുമ്പോൾ അവർ ഡിപ്ലോമ കഴിയുമ്പോഴേക്കും അവർക്ക് നല്ല ജോലിയൊക്കെ കിട്ടും. അപ്പം അല്പോത്തമാദിയോ കൊണ്ടേ പഠനം തടസ്സപ്പെടും, അവരുടെ പഠനം നിന്നു, ഹയർ സ്റ്റഡീസിലേക്ക് അവർ പോകുന്നില്ല, ജോലി കിട്ടിയവരതിൻ്റെ പിന്നാലായി. അപ്പം ഫലത്തിൽ പഠനം തടസ്സപ്പെട്ടല്ലോ. ഇങ്ങനെയും ഇത് വരും, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും യോഗങ്ങൾ ഫലിച്ചിരിക്കും. അപ്പോൾ യോഗങ്ങൾ എങ്ങനെ ആണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനായിട്ട്. അപ്പോൾ ഈ മരണയോഗങ്ങളൊക്കെയോ? മരണയോഗം എന്ന് വെച്ചാൽ ഏതാ? അത് ജാതകത്തിൽ കാണത്തില്ലേ, 63 വയസ്സിൽ മരിച്ചില്ലെങ്കിൽ? അത് മരണയോഗത്തിലല്ല, അത് ഓരോരുത്തരുടെ ജാതകം വെച്ചിട്ട് നമുക്ക് ഈ ദശാസന്ധികൾക്ക് കണക്കിന് ഡിഫറൻസ് ഉണ്ടാവും. ചില ആൾക്കാർക്ക് 68 വയസ്സ് വരെയുള്ള ദശ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടും, അത് ബേസ് ചെയ്ത് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അതിനകത്ത് നമുക്ക് ഈ അക്യുറസിയുടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ 68 വയസ്സ് വരെ ദശാസന്ധി എഴുതുന്നുള്ള അയാൾ ചിലപ്പോൾ 80 വയസ്സ് വരെ ജീവിക്കും. ബാക്കി നമ്മൾ ഊഹിക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുന്ന മെത്തേഡാണ്, മനസ്സിലായോ? അപ്പോൾ അത് ജാതകം എഴുതുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഡിഫറൻസ് വരുന്നത്, അത് അവരുടെ കാൽക്കുലേഷൻസിൽ വരുന്നതാണ്. ഇപ്പം വരാഹമിഹിരൻ്റെ ഹോരയാണ് ഇപ്പം പ്രാബല്യത്തിൽ ഓടുന്നത്, ജ്യോത്സ്യന്മാരെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ പ്രശ്നമാർഗം, ഇതൊക്കെയാണ് ആധികാരിക ഗ്രന്ഥങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന് മുമ്പും പ്രാചീനമായിട്ട് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, ശംഭുഹോര, അതുപോലെ ഗൗരി ജാതകം, ജാതകപാരിജാതം, പിന്നെ ഈ പറഞ്ഞ പോലെ പരാശരമുനിയുടെ ഹോര. അതിനകത്തൊക്കെ ഭയങ്കര സയൻറ്റിഫിക് ആയിട്ട് ഒരുപാട് കാൽക്കുലേഷൻസും. ഫോർ എക്സാമ്പിൾ ഞാനൊരു ചോദ്യം ചോദിക്കാം. അപ്പം താങ്കൾ ജനിച്ച അതേ മില്ലി സെക്കൻഡിൽ ജനിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും. അതെ, അവർക്കും എല്ലാവർക്കും ഒരേ അനുഭവമല്ല, ഒരേ ജീവിതമല്ല. അതെന്താ? അറിയില്ല. പിന്നെ നമ്മളിങ്ങനെ പ്രശ്നം വയ്ക്കുമല്ലോ, ഇങ്ങനെ പ്രശ്നം വെച്ചിട്ട് നമ്മളിപ്പോൾ ഞാനും നമ്മളെല്ലാവരും ഭയങ്കര ഗംഭീരമായിട്ടുള്ള ജ്യോത്സ്യന്മാരായിരിക്കും. ഇപ്പം ഈ പരാശരമുനി ഞാൻ പറഞ്ഞല്ലോ, ശംഭുമുനി, വരാഹമിഹിരൻ, ഇവരെല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കുക. എന്നിട്ട് നമുക്ക് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ് നോക്കുന്നതായിരിക്കാം. അപ്പം എല്ലാവരും അങ്ങനെ ഒരു ടൈമർ വെച്ചിട്ട് എല്ലാവരും പ്രാർത്ഥിച്ച് കബഡി അങ്ങനെ വാരിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ 12 രാശിയാണല്ലോ ഉള്ളത്. ഈ 12 രാശിനെ നമ്മൾ 4 ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ്, എണ്ണം കൂട്ടി കിട്ടുന്നതാണ് നമ്മൾ ആരുടായിട്ട് എടുക്കുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് പ്രശ്നത്തിന് ഫലം പറയുക. ഈ നമ്മൾ രാശി വയ്ക്കുന്നതിൻ്റെ ഒരു ക്രമം അങ്ങനെയാണ്. അപ്പം ഈ കയ്യിൽ വാരുന്ന എണ്ണത്തിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ കാൽക്കുലേഷൻസ് വരുന്നത്. ഓരോരുത്തരുടെ കൈയും ഡിഫറൻ്റ് ആണല്ലോ. ചില ആൾക്കാർക്ക് വലിയ കൈയായിരിക്കും, ചെറിയ കൈയായിരിക്കും. അപ്പോൾ ഇവർ വാരുമ്പോൾ എണ്ണത്തിന് വ്യത്യാസം വരും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ലഗ്നത്തിൽ വ്യാഴൻ, മറ്റൊരാൾക്ക് 12 വ്യാഴം മറിഞ്ഞു കിടക്കും. അപ്പം ഇതിനകത്ത് എങ്ങനെ ആക്യുറസി കിട്ടും?